ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാ ബാഗും പാക്ക് ചെയ്തു. ലിറ്ററലി എല്ലാം സെറ്റാണ്. വർക്കിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്നു, ഇറങ്ങി പോകുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മുടെ വീടിന് ചുറ്റും ബുഷ് ഫയർ വന്നു. എന്റെ ജീവൻ പകുതി. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് ഫൈനലി ഞങ്ങൾ 7 വീക്ക് നമ്മുടെ വർക്കിന്ന് ബ്രേക്ക് എടുത്ത് നമ്മുടെ സബാറ്റിക്കൽ ട്രിപ്പ് പോകുന്നത്. വേറെ എവിടേക്കല്ല, യൂറോപ്പിലേക്കാണ്. ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ ആൻഡ് വയ ടർക്കി. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 8 വർഷമായി. പക്ഷേ ഇതുവരെയ്ക്കും ഞങ്ങൾ ഇത്രയും ലോങ് ബ്രേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സബാറ്റിക്കലായിട്ടാണ് കാണുന്നത്. ഒരു 2 years ആയിട്ടുള്ള ട്രിപ്പ് പ്ലാനിങ് ആണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാ ബാഗും പാക്ക് ചെയ്തു. ലിറ്ററലി എല്ലാം സെറ്റാണ്. വർക്കിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്നു, സൂപ്പറായിട്ട് പോവാം എന്ന് പറഞ്ഞ് നമ്മൾ ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ അതൊന്നും നടന്നില്ല. കാര്യം ഇന്നൊരു 12 മണിയായപ്പം ഉച്ചയ്ക്ക് ഞാൻ നമ്മുടെ ട്രൈപോഡൊക്കെ എടുത്ത് ഈ വീഡിയോൻ്റെ ഒരു ഇൻട്രോ എടുക്കാം എന്ന് വിചാരിച്ച് ബാക്ക് യാർഡിലേക്ക് പോയിട്ടോ. 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ പോയപ്പം ഒരു 2-3 ഹെലികോപ്റ്റേഴ്സ് ചറപറ അങ്ങടിക്കും ഇങ്ങടിക്കും പോകുന്നുണ്ട്. അത് കാരണം ഭയങ്കര ശബ്ദം. അപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ തിരിച്ച് അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് വന്നിരുന്നപ്പം ഫോണിലൊരു ടിങ് ശബ്ദം. നോക്കുമ്പോഴാണ് അതൊരു മെസ്സേജ് ആയിരുന്നു ഇവിടുത്തെ അതോറിറ്റിയിൽ നിന്ന്. നമ്മുടെ വീടിന് ചുറ്റും ബുഷ് ഫയർ വന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവാക്വേറ്റ് ചെയ്യണം, സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് സേഫ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് കണ്ടതും എൻ്റെ ജീവൻ പകുതി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം നിഖിലില്ല. ബാക്കിൽ നമ്മുടെ കോഴിക്കുട്ടീസ് 5 എണ്ണം ഉണ്ടായാലും 4 എണ്ണം പുതിയതാണ്. അവർ വിളിച്ചാലൊന്നും വരില്ല. കുക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബീസ് ഉണ്ട്, ഫിഷീസ് ഉണ്ട്. ഞാൻ നിൽക്കുന്ന കോലാണെങ്കിൽ റെഡി ആയിട്ടൊന്നുമില്ല. സമയമുണ്ടല്ലോ. ആകെ വെപ്രാളം പിടിച്ചു, എന്താ ചെയ്യണ്ടേ. അപ്പം പെട്ടെന്ന് നമ്മുടെ എമർജൻസി കിറ്റൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. വേഗം പോയിട്ട് പാസ്പോർട്ട് എടുത്തു, നമ്മുടെ ട്രോളി ബാഗൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. കോഴികളെ പിടിച്ച് ഞാനൊരു കാട്ടനിലൊക്കെ ആക്കി പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഊബർ വിളിച്ചു. നോക്കുമ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും പുക അങ്ങോട്ട് വല്ലാതെ വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഭയങ്കരമായിട്ട് പാനിക്കായി. പക്ഷേ നമുക്ക് ആക്ട് ചെയ്തല്ലേ പറ്റും ആ സമയത്ത്. അങ്ങനെ ഊബർ പിടിച്ച് ഇവിടുന്ന് ഒരു 1/2 hour കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോയി. പിന്നെ അവിടെ നിന്ന് നിഖിലൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു മെസ്സേജ് വന്നത്, ഇപ്പം സേഫാണ്, അണ്ടർ കൺട്രോളിലാണ്, സോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ച് വന്ന് പിള്ളേരെ വീണ്ടും കൂട്ടിലാക്കി ബാക്കി പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് റെഡിയായി. ഫൈനലി ദേ ഇവിടേക്ക് എത്തി. ഒരു ജഗപൊകയായിരുന്നു. ശരിക്കും ഭയങ്കര സിമ്പിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു പോയിന്റ് വന്നു ലൈഫിൽ. ശരിക്കും നമുക്ക് ഇനി ഈ ട്രിപ്പേ പോകാൻ പറ്റില്ല. ഈ 2 yearsന്റെ പ്ലാനിങ് ദേ കിടക്കുന്നു താഴ്ത്തും. പക്ഷെ ഇതൊക്കെ ഓരോ കളികളല്ലേ. എന്തായാലും ഫൈനലി നമ്മൾ ഇതേ ഓൺ ടൈമിൽ എത്തുന്നാണ് വിചാരിക്കണേ. അപ്പോൾ ബാക്കി ടർക്കി കഥ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ടാ. അങ്ങനെ ഒടുക്കത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ അവസാനം ടർക്കിയുടെ ഫ്ലാഗ് കണ്ടു. മനസ്സിന് വല്ലാത്ത കുളിർമയായിരുന്നു. അപ്പം ശരിക്കും ഈ ട്രാവൽ ഓൺ ആണ് എന്നുള്ളൊരു ഫീലിംഗ് വന്നു കേട്ടോ. അങ്ങനെ ഈ ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്ത് അവരുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിൽ ഫുൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ക്രിസ്മസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഫെസ്റ്റീവ് മൂഡായിരുന്നു ഹോട്ടലിൻ്റെ അകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും. പിന്നെ നല്ലൊരു ഈസ്തറ്റിക് വൈബ് ഇവിടെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നിഖിലിനെ കൊണ്ടൊരു കാൻഡിഡ് ഷോട്ട് എടുപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റെയർ കേസിന് ഞാൻ വെറുതെ വിടാൻ പോണില്ല. പിന്നെ പിറ്റേ ദിവസം കാലത്തിട്ടിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കിട്ടോ. ഒന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ. കാലത്ത് നല്ല മഴയുണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ നേരെ പോകുന്നത് ഓൾഡ് ടർക്കി ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പം ഇവിടെ പണ്ടത്തെ ആർക്കിടെക്ചറും ബിൽഡിങ്സൊക്കെ അതുപോലെ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഓൾഡ് ടർക്കി എന്ന് വിളിക്കുന്നത്. പിന്നെ പണ്ടത്തെ പ്രതാപം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ടൗണാണ് ഇത്. ഈ ടൗൺ പണ്ടത്തെ ആണെങ്കിലും നല്ല ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ സംഭവം നൈസായിരുന്നു. ചുറ്റിലും നിറയെ കുട്ടി കുട്ടി കഫേസും കുറേ വണ്ടികളും അതിൽ നിറയെ കോൺ വിൽക്കുന്ന ആൾക്കാരും ചെസ്നട്ട് വേവിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ബാസിലിക്ക സിസ്റ്റേൺ എന്ന് പറയുന്ന ഇവരുടെ പണ്ടത്തെ വാട്ടർ റിസർവോയറിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു ക്യൂ ആണ്. മാത്രമല്ല അവിടെ കുറേ ടൂറിസ്റ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് പൈസ പിടുങ്ങാനായിട്ടും ശ്രദ്ധിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ടക്ക് കൊണ്ട് കയറാൻ പറ്റി.
അകത്ത് കയറിയപ്പോൾ ഒരു ഇജ്ജാതി വൈബായിരുന്നു കേട്ടോ. പണ്ടത്തെ പുരാതന ബിൽഡിങ്ങുകളിലേക്കൊക്കെ കയറുന്ന ഒരു ഫീല്. മുകളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അകത്ത് മുഴുവൻ ഒരു ഗോൾഡൻ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലൊക്കെ ഉള്ളൊരു കളറാണ് കേട്ടോ മൊത്തം. താഴത്തെ ഫ്ലോറിൽ മുഴുവൻ വെള്ളമാണ്. പക്ഷെ ആ വെള്ളം നമ്മുടെ നടക്കുമ്പോൾ വരാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ അവരൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് അത് കൂടിയാണ് നമ്മൾ നടക്കുക. ഇതിലേറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള തൂണുകളാണ് കേട്ടോ. അത് നല്ല കിടിലൻ വർക്കായിരുന്നു. ശരിക്കും ഭയങ്കര ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും ഒരു കോട്ടം വരാതെ നിന്ന് പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ അവിടുത്തെ ഈ കുട്ടി കുട്ടി സ്ട്രീറ്റുകളിലൂടെ നടന്ന് ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് ദേ ഈ പള്ളിയിലാണ്. സംഭവം ടർക്കിയിലെ പള്ളി നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ച് അകത്തോട്ട് നൈസായിട്ട് കയറി. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് നിറയെ കാൻഡിൽസ് ഒക്കെ വെച്ച് ഡിം ലൈറ്റ് സെറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ വെച്ച് സൂപ്പറായിരുന്നു. കുറച്ചു നേരം അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദേ ഇവിടുന്ന് മദർ മേരിയുടെ ദേ കുട്ടി ആർട്ടിക്കിളും വാങ്ങിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നിഖിൽ ദേ നമ്മുടെ ടർക്കിഷ് കോഫി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, കച്ചിട്ടൊരു പാടില്ല, ഭയങ്കര കഷ്ടം തന്നെ. എങ്ങനെയാണോ ആൾക്കാർ ഇത്രയും കച്ച് പിച്ച് കോഫി കുടിക്കുന്നത്? അങ്ങനെ ആ കോഫിനെയും കുറ്റം പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബലാത്ത് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. വേറെ എവിടെയല്ല, സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയ ആണത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിറയെ ക്രിസ്മസ് ഡെക്കോഴ്സ് പുറത്താർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഹോട്ടൽ റൂം എത്തിയപ്പോഴത്തേക്കും അവിടെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഈ സ്വീറ്റിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടർക്കിഷ് ഡിലൈറ്റ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും റൂമിലത്തെ ആ സാധനം എത്തി. ടർക്കിഷ് ബാത്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചെറിയൊരു കോൾഡും പനി വന്ന കാരണം അത് നടന്നില്ല. അപ്പോൾ അത് തിരിച്ചു വരുമ്പം ചെയ്യാമെന്നുള്ളൊരു ആശ്വാസത്തിൽ ദേ ഞങ്ങൾ ടർക്കി വിടുകയാണ്. അപ്പോൾ നമുക്ക് ഫിൻലൻഡിൽ വെച്ച് കാണാം. ടാറ്റാ.